കാലവർഷം എത്തിയതോടെ പ്രതിസന്ധിയിലായി വയനാട്ടിലെ കർഷകർ. 2 ദിവസം മുമ്പുള്ള കനത്ത മഴയിലും കാറ്റിലും നിരവിൽപ്പുഴ സ്വദേശിയുടെ 1500ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകൻ പറഞ്ഞു. നാളുകൾ നീണ്ട പ്രയത്നമാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. നട്ടവാഴകളിൽ ഒരെണ്ണം പോലും അവശേഷിക്കാതെ മുഴുവനും നശിച്ചു. വളമിട്ടതും പരിചരിച്ചതും എല്ലാം കൂടി 4 ലക്ഷം രൂപയാണ് ചിലവായത്. ഓരോ ദിവസത്തെ അധ്വാനം വേറെയും. ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിനും മഴയ്ക്കും, കാറ്റിന് 9 മണിക്ക് ശേഷം ഉണ്ടായ കാറ്റിന് നമ്മുടെ 1500ഓളം വാഴ മെരൽപ്പുഴ സ്കൂളിന്റെ ഫ്രണ്ട് വശം നമ്മൾ പാത്രത്തെ കൃഷി ചെയ്താണ് മൊത്തം നശിച്ചു പോയി. നമുക്കൊരു 400 രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു. നമ്മൾ കടമെടുത്ത് പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് ചെയ്തതാണ്. ഗോൾഡൊക്കെ പണയം വെച്ച് ഇതിന് ഭയങ്കര നാശം സംഭവിച്ചു. മൂപ്പറ്റാത്ത വാഴകളാണ് പൂർണ്ണമായും നിലം പറ്റിയത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിരവധി കൃഷികൾ ഇതിനോടകം തന്നെ ശക്തമായ കാറ്റിൽ നിലം പൊത്തി. ജില്ലയിലാകെ 242 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു. മഴ കൂടുന്നതോടെ കടുത്ത ആശങ്കയിലാണ് കർഷകരുള്ളത്. ജനം, വയനാട്.